പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിന്തുണങ്ങി വരണ്ട മാനസം കണ്ട പിന്നിൻ തടാകമേ. പിന്തുണങ്ങി വരണ്ട മാനസം കണ്ട പിന്നിൻ തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം ചെന്നലേ. രക്തസാക്ഷികളാണ് പുൽകിയ പുണ്യജീവിത പാദമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. മിശിഹായിൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും നന്ദിയോടുകൂടി ഈ ബലിയർപ്പിക്കുവാൻ, കർത്താവിൻ്റെ മുമ്പിലായിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം. എല്ലാവരും ഭക്തിയോടെ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടുകൂടി ആയിരിക്കുവാൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. ഒരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും
തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും അനവധ്യൻ മമ നാഥാനിൻ. മഹിമയ്ക്കളവില്ലറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥാ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരരെ വാഴ്ത്തിടുവിൻ,
വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ 5-ാം ലേഖനം 5-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധനയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങൾ ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ സിദ്ധിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായ്, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വൈകുന്നേരമായപ്പോൾ അവന്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. യേശു അവരുടെ അടുക്കലെത്തിയിരുന്നുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ശോഭിച്ചു. 25-30 സ്ഥാപിയോൺ ദൂരം തണ്ടുവലിച്ച് കഴിഞ്ഞപ്പോൾ യേശു കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് വെള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായേറെ സ്നേഹം നിറഞ്ഞവരെ, സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ദിവസം ഈശോ നന്ദി പറയുകയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഫാത്തിമ മാതാവിൻ്റെ തിരുനാളാണ്. ആ ദിവസം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ബിന്ദു അച്ഛൻ യോഹന്നാൻ അച്ഛൻ്റെ ജന്മദിനം കൂടിയാണ്. അച്ഛൻ ഇന്ന് വയസ്സ് പറയാൻ പാടില്ലെന്നാണ് പറയുന്നതെങ്കിൽ പോലും ഇന്ന് അച്ഛന് 30 വയസ്സ് തികയുകയാണ്. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന സമയമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ പോകുമ്പം താൽക്കാലികമായിട്ടുള്ള ഉത്തരവാദിത്വം ചാർജ് അച്ഛനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പരസ്യ ജീവിതം ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ മംഗളങ്ങളും അച്ഛൻ നേരുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഈശോയുടെ അടയാളങ്ങളെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അച്ഛൻ ജീവിക്കുന്ന ഒരു അടയാളമാണ് ഈശോയുടെ അച്ഛൻ്റെ വലിയ രോഗം. ഈശോ വലിയ സ്നേഹത്തോടെ എടുത്തു മാറ്റിയത് കൊണ്ട് ഒരു അടയാളമായി ജീവിക്കാനാണ് ഈശോ അച്ഛൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇന്നത്തെ വചന സന്ദേശവും അച്ഛൻ തന്നെയാണ് തരിക. നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ ബഹുമാനപ്പെട്ട യോഹന്നാൻ അച്ഛൻ്റെ ജന്മദിനത്തിന് എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹത്തോടു കൂടി നേരുകയാണ്. അച്ഛൻ വലിയ അനുഗ്രഹമാകട്ടെ എന്ന്
ഒത്തിരി സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അച്ഛന് പറയാനുള്ളത് നമുക്ക് സ്നേഹത്തോടു കൂടി തന്നെ കേൾക്കാം. അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും ഈ നിമിഷം ഓർക്കുകയാണ്. എന്നെ ഇന്ന് ഈ രീതിയിൽ എത്തിച്ച എല്ലാവരെയും, ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഓർത്ത് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായമാണ്. വെള്ളത്തിനു മീതെ യേശു നടന്ന് തൻ്റെ ഒരു അടയാളം കൂടി കർത്താവ് ഇന്ന് നമ്മളോട് കാണിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ അടയാളങ്ങളെ കുറിച്ചാണല്ലോ സംസാരിച്ചിരുന്നത്. ഇന്നത്തെ അടയാളം 5-ാമത്തെ അടയാളം ആണ് ഇന്നത്തെ. വെള്ളത്തിനു മീതെ നടക്കുന്ന ഈശോ. ഇന്നത്തെ വചനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇവിടെ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ഇതിന്റെ തുടർന്നും ഇതിന്റെ മുമ്പും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈശോ ശിഷ്യരെ അടുത്ത് വിളിച്ച് അവരോട് പറയുകയാണ്, നിങ്ങൾ വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകുവാനായിട്ട് യേശു ഇവിടെ നിർബന്ധിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ കേട്ടതുപോലെ 5 അപ്പം 5000 പേർക്ക് കൊടുത്തുകൊണ്ട് ഈശോ വരികയാണ്. ഈശോ നടന്നു വരുമ്പോൾ ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ മറുകരയിലേക്ക് പോകുക. ഈശോ നിർബന്ധിക്കുകയാണ്. പക്ഷേ ഈ യാത്രയുടെ ഒരു പ്രത്യേകത, ഇന്ന് ഈശോ അവിടെ ഒപ്പമില്ല. ഈ യാത്രയ്ക്ക് ഇന്ന് ഈശോ ഒപ്പമില്ല. ഈശോ അതിനുശേഷം അവരെ പറഞ്ഞയച്ച് ഈശോ പോകുന്നത് പ്രാർത്ഥിക്കുവാനാണ്, മലമുകളിലേക്ക് പോകുകയാണ്. ഈശോ തന്റെ ശിഷ്യരെ കൂടെ നിർത്തി അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വളർത്തിയ ശേഷം തനിയെ വളരാനായിട്ട് ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. താൻ ചെയ്ത അടയാളങ്ങൾ കണ്ട് ഈശോയെ വിശ്വസിച്ച് അവരൊക്കെ തങ്ങൾ ഇനി രക്ഷകനായ യേശുവിന്റെ ഒപ്പമാണ് എന്നുള്ള ആ പൂർണ്ണ ധൈര്യത്തോടു കൂടി ആയിരിക്കുന്ന ഈ നിമിഷത്തിൽ ഈശോ അവരെ വിളിച്ച് മറുകരയിലേക്ക് പോകുവാനായിട്ട് നിർബന്ധിക്കുമ്പോൾ ഈ യാത്രയിൽ ഈശോ മനഃപൂർവ്വം യാത്ര ചെയ്യുന്നില്ല. പകരം പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് പോകുകയാണ്. എന്തുകൊണ്ടാണ് ഈശോ ഇവരെ തനിച്ച് മറുകരയിലേക്ക് പോകുവാനായിട്ട് പറഞ്ഞത്? പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങളെ നേരിടുവാനായിട്ട് അല്ലെങ്കിൽ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഈശോ ഇവരെ പഠിപ്പിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഈശോ ഇവരെ പറഞ്ഞയക്കുക. വചനത്തിൽ പറയുന്നുണ്ട്, ശക്തിയേറി കാറ്റടിക്കുന്നതിനാൽ കടൽ ക്ഷോഭിച്ചു എന്ന്. ഈശോയുടെ യേശു അവരുടെ അടുത്ത് വരുന്നത് കണ്ട് കടൽ ശോഭിച്ചപ്പോൾ ഭയപ്പെട്ട് ഇരിക്കുമ്പോൾ യേശു അവരുടെ അടുത്തേക്ക് വരികയാണ്. പലപ്പോഴൊക്കെ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, യേശുവിന്റെ കൂടെ അടുക്കുമ്പോഴാണോ കൂടുതൽ നമുക്ക് സഹനങ്ങൾ അല്ലെങ്കിൽ വേദനകളൊക്കെ നമുക്ക് വരുന്നത്? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്റെ പൗരോഹിത്യം സ്വീകരിച്ച് അതിന്റെ ഒരു സന്തോഷത്തിലായിരുന്നപ്പോഴാണ് എനിക്ക് ഒരു ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിലേക്ക് ഒരു ഇരുട്ട് കയറുവാനായിട്ട് തുടങ്ങിയത്. ചിലർ പറഞ്ഞു, കണ്ടോ, കൂടുതൽ യേശുവിലേക്ക് അടുക്കുമ്പോഴാണ് കൂടുതൽ വേദനകൾ വരുന്നത്. തീർച്ചയാണ്, യേശുവിലേക്ക് അടുക്കുമ്പോൾ തീർച്ചയായും സഹനങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ വചനത്തിൽ പറയുന്നുണ്ട്, അവരുടെ അടുത്തേക്ക് ഈശോ സമീപിച്ചു.
ഈ വേദനകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈശോ നമ്മുടെ അടുക്കിലേക്ക് സമീപിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചാലും അവിടുന്ന് നമ്മെ മുങ്ങിപ്പോകുവാനായിട്ട് അനുവദിക്കില്ല. അവിടുന്ന് നമ്മളെ നശിച്ചു പോകുവാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് ഇന്നത്തെ വചനം നമ്മളോട് പറയുകയാണ്. അവർക്ക് ഈശോയെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല, ഭയം നിമിത്തം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ദൈവ പദ്ധതികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നത് ഈ ഭയപ്പാട് മൂലമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നിന്ന് ഈ ഭയപ്പാട് എടുത്തു മാറ്റുവാനായിട്ട് കർത്താവ് പറയുകയാണ്. അപ്പോഴാണ് ഈശോ നമ്മളോട് പറയുക, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ് എന്ന് പറയുക. ശിഷ്യന്മാർ ഭയന്നപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. അപ്പോഴാണ് അവരെ ഈശോയെ വള്ളത്തിൽ കയറ്റുവാനായിട്ട് ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, പ്രിയമുള്ളവരെ, വചനത്തിലൂടെയും ഈ അടയാളങ്ങളിലൂടെയും കർത്താവ് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ പഠിക്കേണ്ടതും ഇപ്രകാരമാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ബലത്തെ അതിജീവിച്ചുകൊണ്ട് വെള്ളത്തിനു മീതെ നടന്നുകൊണ്ട് ഈശോ നമ്മോട് പഠിപ്പിക്കുകയാണ്, സകലത്തിന്റെയും മേലുള്ള അധികാരവും ആധിപത്യവും എനിക്കാണ്. നിങ്ങൾ ഭയപ്പെടാതെ എന്നെ സ്വീകരിക്കുക, എന്നെ മനസ്സിലാക്കുക, എന്നെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ആകുലതകൾ, വേദനകളെല്ലാം മാറി പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, സകലത്തിന്റെയും അധിപനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും എല്ലാം കർത്താവിനെ സമർപ്പിച്ച് കർത്താവിനെ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമുക്കതിനായി കർത്താവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹം നേടിയെടുക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രത്യേകമായി ഇന്ന് ജന്മദിനം ആഘോഷിച്ച് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട യോഹന്നാൻ അച്ഛനെ ഈശോ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അച്ഛന്റെ ദൈവവിളിയെയും അച്ഛൻ കടന്ന വഴികളിലെല്ലാം ദൈവത്തിന്റെ പരിപാലനയെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ അച്ഛന്റെ പൗരോഹിത ജീവിതം ഒരു അനുഗ്രഹമാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ നിത്യപുരോഹിതനായ ഈശോയെ അങ്ങ് അച്ഛനെ കൈ പിടിച്ച് നടത്തുന്ന ഒരു അനുഭവം എന്നും അച്ഛനുണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രത്യേകമായി ബഹുമാനപ്പെട്ട യോഹന്നാൻ അച്ഛന്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും അച്ഛന്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു മകനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അയക്കുവാൻ തക്കവിധം നല്ല മനസ്സ് കാണിച്ച പപ്പായെയും മമ്മിയെയും സഹോദരങ്ങളെയും എല്ലാം അവരുടെ കുടുംബവും സാമ്പത്തിക മേഖലകളും എല്ലാം കർത്താവിന് വലിയ സംരക്ഷണം കൊണ്ട് നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ മനസ്സിന്റെ അവസ്ഥകളെയും എല്ലാം ഈശോയുടെ ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഇവരെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, ഇവരുടെ നിയോഗങ്ങളിൽ കരുണയായിരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രത്യേകമായി ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെല്ലാ കുടുംബങ്ങളെയും യുവതി യുവാക്കന്മാരെയും ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയെ, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ തരത്തിലുള്ള മാനസിക, ശാരീരിക, തൊഴിൽപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയാവുന്ന തമ്പുരാനെ, ഏറ്റവും പ്രത്യേകമായി ഞങ്ങളെ എല്ലാ തരത്തിലുള്ള രോഗാണുക്കളിൽ നിന്നും സംരക്ഷിക്കണമേ എന്നും ആയുസ്സും ആരോഗ്യവും നൽകാൻ അനുഗ്രഹിക്കണമേ എന്നും, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിലില്ലായ്മ, സാമ്പത്തിക ബുദ്ധിമുട്ട് തുടങ്ങിയ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം
ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണമെന്ന്, ഞങ്ങളുടെ കുടുംബത്തെ സമാധാനം നിലനിർത്തണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദ്രകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിടുന്നു സാദരം. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ, പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. നന്മ പൂർണ്ണ പാലക ഇന്നേകണേ നിൻ ദർശനം, നന്മ പൂർണ്ണ പാലക ഇന്നേകണേ നിൻ ദർശനം. താതനും അതുപോൽ ആത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാരോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേൻ ആമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും, നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ബോധാം നിത്യം വാഴ്ത്തിടാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും
ബ്രഹ്മചാരികളുടെയും കന്യകളുടെ നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഇവര് നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരന്റെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ രക്ഷകനാകുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സ്തുതിയാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. പരസ്പരം എല്ലാവരും സമാധാനം ആശംസിച്ച് മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദ്രങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവരാരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു
മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും ധന്യൻ ഉന്നത വീതിയിലോശാന ഹോശാന. നമ്മുടെ നിയോഗങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെടുവാനായിട്ട് ഈ നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുവാനായിട്ട് ആഗ്രഹിച്ച് എല്ലാവരും കൈകൂപ്പി ഏറ്റവും ഭക്തിപൂർവം ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമാലമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ കുര്യാക്കോസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും മാർ ജോസ് പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും
അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശവും കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇന്ന് ഓൺലൈൻ വഴി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന ഭക്തിപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു ശക്തി നമുക്ക് നൽകിക്കൊണ്ട് യേശു നമ്മുടെ കൂടെ ആയിരിക്കുവാനായിട്ട്, നമ്മളെ സഹായിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉൾപ്പെടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വിണ്ണിൽ നിന്നു സമാഗതനായൊരു ദൈവകുമാരനിതാ, നിത്യമനോഹര ദൈവിക ജീവൻ നൽകുമോരപ്പമിതാ, നൽകുമോരപ്പമിതാ. വാനവരന്നായാനന്ദത്തോട് സന്നിധി ചേരുന്നു, വാനവരന്നായാനന്ദത്തോട് സന്നിധി ചേരുന്നു. പരമോന്നതനാമീശ്വരസുതനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും
നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാഗങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളുവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൽ നടനായ ദൈവത്തോട് കൃപയും ഭാവമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവിൽ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, പുനരുദ്ധാനം വഴി നീ മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നിന്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ കാരുണ്യത്തിന് യഥായോഗ്യം നന്ദി പറയുവാൻ ഞങ്ങളുടെ നാവുകൾ ശക്തങ്ങളാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായിൽ പ്രിയരെ, ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണല്ലോ. നമുക്കെല്ലാവർക്കും ഈ നിമിഷം കർത്താവിനോട് കൂടിയായിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഏറ്റവും ഭക്തിപൂർവം ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് അനുവദിച്ചാൽ മാത്രമാണ് നമുക്ക് ഈശോയുമായി കൂടുതൽ ബന്ധം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഈശോ എന്നിലേക്ക് എഴുന്നള്ളി വരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിൽ അടുക്കുമ്പോൾ സഹനങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, വേദനകളെല്ലാം ഉണ്ടാകും. പക്ഷേ അവിടുന്ന് നമ്മുടെ സമീപത്തേക്ക് വരികയാണ്. പൂർണ്ണ ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. കർത്താവിന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇപ്രകാരം ചൊല്ലി പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, പരിശുദ്ധ കുർബാനയിലെ നിന്റെ സാന്നിധ്യത്തെ ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ആത്മാവിലേക്ക്
ആത്മാവിലേക്ക് നിന്നെ സ്വീകരിക്കാൻ നിന്നെ സ്വീകരിക്കുവാൻ ഞാൻ അഗാധമായി ആഗ്രഹിക്കുന്നു. ഞാൻ അഗാധമായി ആഗ്രഹിക്കുന്നു. ഔദാസികമായി നിന്നെ സ്വീകരിക്കാൻ നിന്നെ സ്വീകരിക്കുവാൻ എനിക്കാവില്ലെങ്കിലും എനിക്കാവുന്നില്ലെങ്കിലും ആത്മീയമായി എന്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. പൂർണ്ണമായി ഞാൻ നിന്നിൽ അലിയട്ടെ. പൂർണ്ണമായി ഞാൻ നിന്നിൽ അലിയട്ടെ. എന്നിലേക്ക് കടന്നു വന്ന നിന്നെ ഞാൻ ആശ്ലേഷിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോകാൻ നീ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വണക്കമാസത്തിന്റെ പ്രാർത്ഥനയാണ്. 13-ാം തീയതിയിലെ പ്രാർത്ഥന പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് പരിശുദ്ധ കന്യകയെ അങ്ങേ മാതാവായി തിരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു. ദൈവജനനി, അങ്ങ് സർവ്വ സൃഷ്ടികളിലും ഉന്നതയാണ്. അങ്ങ് ഞങ്ങളുടെ അഭിമാന പാത്രവുമാണ്. ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു. അവിടുത്തെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് ദിവ്യസുതന്റെ യഥാർത്ഥ അനുഗാമികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് അങ്ങേ അനുഗ്രഹം വർഷമുണ്ടാകട്ടെ. ലോകസമാധാനവും മാനവകുലത്തിന്റെ മാനസാന്തരവും ഐക്യവും സാധിച്ച് തിരുസഭ വിജയം ഭരിക്കുന്ന കൃപ ലഭിച്ചു തരണമേ. ആമേൻ. നമുക്ക് സുഹൃദേവൻ പ്രാർത്ഥിക്കാം. സുഹൃദേവം ഉണ്ണീശോയെ ഉദരത്തിൽ വഹിച്ച മാതാവേ, തിരുക്കുമാരനെ ഹൃദയത്തിൽ വഹിക്കുവാൻ കൃപ ചെയ്യണമേ. സഹോദര സമാധാന ആശീർവാദം കഴിഞ്ഞ് നമ്മളൊരു 2 മിനിറ്റ് സമയം കൂടി നിങ്ങൾ ഇവിടെ തുടരണം. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹത്തോടുകൂടി കേക്ക് മുറിച്ച് നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. 2 മിനിറ്റ് കുർബാനയ്ക്ക് ശേഷം, ഈ സമാധാന ആശീർവാദത്തിന് ശേഷം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും കർത്താവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, ഒരു വാക്ക് ഇന്ന് രാവിലെയൊക്കെയായി ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും നേരിട്ട് എന്നെ വിശ്വസമൊക്കെ അറിയിച്ചവരുണ്ട്. അവരെല്ലാവരും ഈ കുർബാനയിൽ ആത്മാർത്ഥമായി ബലിയിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമാപന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയാൽ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും, മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസവനേകും ഞാൻ
ഏവം നാഥനരുൾ ചെയ്തു. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും കൊടുക്കുന്ന അവരുടെ പൂജപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വലിയ രക്തത്താൽ അങ്ങനെയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തു നയിക്കുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദൈവസ്നേഹം അവരെ ലോകതന്ത്രങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സഹായത്തിന് മകുടവുമായി തീരട്ടെ. ആമേൻ. അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. രചന ശുശ്രൂഷ ചെയ്യാനായിട്ട് വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കൂടി സന്തോഷമായിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കും. ഒരച്ഛൻ ഒരു ഇടവകയ്ക്ക് വരുമ്പോൾ അച്ഛൻ ഇടവകക്കാരുടെ അച്ഛനാണ്. തീർച്ചയായിട്ടും അച്ഛൻ മാതാപിതാക്കളൊക്കെ വിട്ട് ഈ വർഷം ആദ്യമായിട്ടാണ് അച്ഛനായത്. ആദ്യമായിട്ട് നമ്മുടെ ഇടവകയിലേക്കാണ് അച്ഛൻ വരിക. തീർച്ചയായിട്ടും ഈ ബർത്ത്ഡേക്ക് അച്ഛന് ഒരുപക്ഷെ മാതാപിതാക്കളെയൊക്കെ മിസ് ചെയ്യാനുള്ള സാഹചര്യം ഒന്നുണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഇന്ന് നമുക്കറിയാം അച്ഛൻ ബലിയൊക്കെ അർപ്പിച്ചത് വലിയ അഭിഷേകത്തോടെ വലിയ ചൈതന്യത്തോടു കൂടിയാണ് ബലി അർപ്പിച്ചത്. അതൊക്കെ അച്ഛൻ വളരെ ഗൗരവത്തോടു കൂടി ഇതിനെല്ലാം കാണുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. വലിയ സ്നേഹത്തോടു കൂടി തന്നെ ഒത്തിരി അച്ഛനെ ഈ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, അതായത് നമ്മുടെ ഇടവകയുടെ പേരിൽ, നമ്മുടെ കൈക്കാരന്മാരുടെ പേരിൽ, നമ്മുടെ പാരിഷ് കൗൺസിലിന്റെ പേരിൽ, നമ്മുടെ ഇടവകയിലെ ഓരോ അംഗങ്ങളുടെ പേരിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ഓരോരുത്തരുടെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഈ ജന്മദിനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ കേക്ക് മുറിക്കാൻ അച്ഛനെ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ്. നിങ്ങൾ പാട്ട് പാടണം. നമുക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തോടു കൂടി ഒന്ന് പാടണം. നമുക്ക് പാടാം. നിങ്ങളെല്ലാവരും പേരില് വികാരച്ചിന് കേക്ക് കൊടുക്കുകയാണ്. ഒത്തിരി സന്തോഷം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ.